ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളതും വളരെ ഈസി ആയിട്ടുള്ളതുമായ ഒരു പ്രയോഗം ആണ്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറില്ലേ, ഞാൻ എഴുന്നേറ്റാൽ ഉടൻ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ യോഗ ചെയ്യാറുണ്ട്, തെറ്റ് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ ക്ഷമാപണം നടത്തി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതല്ലേ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പല രീതിയിലും അത് ഇംഗ്ലീഷിൽ പറയാം. ആസ് സൂൺ ആസ് ഉപയോഗിച്ചിട്ട് പറയാം, വെൻ ഉപയോഗിച്ചിട്ട് പറയാം, ആഫ്റ്റർ ഉപയോഗിച്ചിട്ട് പറയാം, അങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാം. പക്ഷേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതൊന്നുമല്ല. അതിനേക്കാളും ഒക്കെ വളരെ ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയും എന്നാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഓൺ എന്ന ചെറിയ ഒരു വാക്കാണ്. ഓൺ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് ഏത് വേർബാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ വേർബിൻ്റെ ഒരു ING ഫോം ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, കണ്ടപ്പോൾ തന്നെ എന്നാണെങ്കിൽ ഓൺ സീയിങ് എന്ന് ഉപയോഗിക്കണം. സീ എന്ന വാക്കിനോടുകൂടി, സീ എന്നാൽ കാണുക, സീ എന്ന വാക്കിനോടുകൂടി ING ചേർത്തിട്ട് ഉപയോഗിക്കണം, ഓൺ സീയിങ്. ഇനി ഒരു റൂമിലേക്ക് പ്രവേശിച്ച ഉടനെ എന്ന് പറയില്ലേ, പ്രവേശിച്ചപ്പോൾ തന്നെ, പ്രവേശിക്കുക, അതിന് എൻറ്റർ എന്നല്ലേ പറയുക. അപ്പോൾ ഓൺ എൻറ്ററിങ് എന്നാണ് തുടങ്ങേണ്ടത്. അതുപോലെ ഒരു TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ, അപ്പോൾ വാച്ച് ചെയ്തപ്പോൾ തന്നെ ഓൺ വാച്ചിങ്. കേട്ടപ്പോൾ തന്നെ, ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഓൺ ഹിയറിങ്. ഒരു വേർബിൻ്റെ ING ഫോം ഉപയോഗിക്കണമെന്ന് മാത്രം ഓർക്കുക. ബാക്കി വളരെ ഈസി ആയിട്ട് ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിലായാലും സ്പോക്കൺ ഇംഗ്ലീഷിലായാലും ഒക്കെ ഉപയോഗിക്കാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ സാധാരണ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കാറുണ്ട് അല്ലേ. ആ പ്രൈസ് ടാഗ് നോക്കുമ്പോൾ അയ്യോ നമുക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ നമ്മൾ വാങ്ങില്ല. അപ്പോൾ ഒരു സെൻറ്റൻസ്, പ്രൈസ് ടാഗ് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് വാങ്ങണ്ട, ആ ഡ്രസ്സ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചു. ഓൺ സീയിങ് ദ പ്രൈസ് ടാഗ് ഐ ഡിസൈഡഡ് നോട്ട് ടു ബൈ ദ ഡ്രസ്. ആ ഡ്രസ്സ് വാങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് നോട്ട് ടു ബൈ ദ ഡ്രസ്. അപ്പോൾ അതെപ്പോഴാണ്? ഓൺ സീയിങ് ദ പ്രൈസ് ടാഗ്. പ്രൈസ് ടാഗ് കണ്ടപ്പോൾ തന്നെ. നോക്കൂ, ഓൺ സീയിങ് ഉപയോഗിച്ചു. കണ്ടപ്പോൾ തന്നെ എന്നതായതുകൊണ്ടാണ് ഓൺ സീയിങ് എന്ന് ഉപയോഗിച്ചത്. സാധാരണ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കുന്നത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് ആയിട്ടാണ്. ഒരു കാരണമുണ്ടാവുന്നു, അതിൻ്റെ ഒരു റെസ്പോൺസ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ്. ഇവിടെ പ്രൈസ് ടാഗ് കണ്ടു, അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ടാണ് ഞാനത് ആ ഒരു ഡ്രസ്സ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചത്. ഓൺ സീയിങ് ദ പ്രൈസ് ടാഗ് ഐ ഡിസൈഡഡ് നോട്ട് ടു ബൈ ദ ഡ്രസ്. ഒരു കാര്യം നടക്കുന്നു, അപ്പോൾ തന്നെ വേറൊരു കാര്യം, അതിൻ്റെ റിയാക്ഷനായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ആയിരിക്കാം. അങ്ങനെ ഫയർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു. ഫയർ കണ്ടതും ഞാൻ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫയർ കാണുക എന്നതാണ്. ഓൺ സീയിങ് ദ ഫയർ ഐ കോൾഡ് ദ ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്. ഓൺ സീയിങ് ദ ഫയർ, ഓൺ സീയിങ്. ഞാൻ ആ ഗുഡ് ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ പറയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ ന്യൂസ് കേട്ടപ്പോൾ തന്നെ, നല്ല ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ. ഓൺ ഹിയറിങ് ദ ഗുഡ് ന്യൂസ് ഐ ജംപ്ഡ് വിത്ത് ജോയ്. ഓൺ ഹിയറിങ് ആണ് ഉപയോഗിച്ചത്. ഇത്തരം സെൻറ്റൻസുകളൊക്കെ നമുക്ക് ആസ് യൂൺ ആസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പറയാം. ആസ് യൂൺ ആസ് ഐ ഹേർഡ് ദ ന്യൂസ് എന്ന് തുടങ്ങിയിട്ട് ആ സെൻറ്റൻസ് അങ്ങനെ അവസാനിപ്പിക്കാം. പക്ഷേ നമ്മളിന്ന് പഠിക്കുന്നത് ഓൺ പ്ലസ് വേർബ് പ്ലസ് ING ഫോം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഹോംവർക്ക് ഫിനിഷ് ചെയ്ത ഉടനെ തന്നെ ഞാൻ TV വാച്ച് ചെയ്യാറുണ്ട്. സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നോക്കൂ, അതൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ പറയും? ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ എന്നാണത്. ഓൺ ഫിനിഷിങ് ദ ഹോംവർക്ക് ഐ വാച്ച് TV. നോക്കൂ, അവിടെ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ ഹോംവർക്ക് ചെയ്ത ഉടൻ തന്നെ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ TV വാച്ച് ചെയ്തു എന്നാണെങ്കിൽ അതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയി. അപ്പോൾ നമുക്ക് ഓൺ ഫിനിഷിങ് ദ ഹോംവർക്ക് ഐ വാച്ച്ഡ് TV. പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ, പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഒരു പാർട്ടി സെലിബ്രേറ്റ് ചെയ്തു. ഒരു പാർട്ടിയൊക്കെ നടത്തി അത് സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് പറയേണ്ടത്. ഓൺ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ് വി സെലിബ്രേറ്റഡ് വിത്ത് എ പാർട്ടി. ഓൺ കംപ്ലീറ്റിംഗ് ദ പ്രോജക്റ്റ്. റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ, റൂമിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ എല്ലാവരാലും ഞാൻ ഗ്രീറ്റ് ചെയ്യപ്പെട്ടു. എല്ലാവരും എന്നെ ഗ്രീറ്റ് ചെയ്തു എന്നർത്ഥം. റൂമിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെയാണ്. അപ്പോൾ റൂമിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ പ്രവേശിക്കുക എന്നതിന് എൻറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ എൻറ്ററിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്.
ഓൺ എൻറ്ററിങ് ദ റൂം ഐ വാസ് ഗ്രീറ്റഡ് ബൈ എവരി വൺ. ഐ വാസ് ഗ്രീറ്റഡ് ബൈ എവരി വൺ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ ഗ്രീറ്റ് ചെയ്തു എന്നാണെങ്കിലും മറ്റുള്ളവരാൽ ഗ്രീറ്റ് ചെയ്യപ്പെടുകയല്ലേ. അപ്പോൾ അവിടെ ഒരു പാസീവ് ഫോമാണ്. അതുകൊണ്ടാണ് ഐ വാസ് ഗ്രീറ്റഡ് ബൈ എവരി വൺ ഓൺ എൻറ്ററിങ് ദ റൂം. ആ കൺട്രിയിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ, പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഓൺ എൻറ്ററിങ് ദ കൺട്രി യു വിൽ നീഡ് ടു ഷോ യുവർ പാസ്പോർട്ട്. യു വിൽ നീഡ് ടു ഷോ യുവർ പാസ്പോർട്ട്. പാസ്പോർട്ട് കാണിക്കേണ്ട ആവശ്യം വരും എന്നാണ്. എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലഗേജ് കളക്ട് ചെയ്തു. ഓൺ അറൈവിങ് അറ്റ് ദ എയർപോർട്ട് ഐ കളക്റ്റഡ് ദ ലഗേജ്. ഓഫീസിലെത്തിയാലുടൻ റിസപ്ഷൻ ഡെസ്കിൽ റിപ്പോർട്ട് ചെയ്യൂ എന്നാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് സെൻറ്റൻസ് പറയേണ്ടത്. ഓൺ അറൈവിങ് അറ്റ് ദ ഓഫീസ് പ്ലീസ് റിപ്പോർട്ട് ടു ദ റിസപ്ഷൻ ഡെസ്ക്. ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് കടന്നാലുടൻ തന്നെ ലൈറ്റ്സൊക്കെ അണയ്ക്കൂ. അതെങ്ങനെ പറയും? ഓൺ എക്സിറ്റിംഗ് ദ ബിൽഡിംഗ് പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആയ ഉടൻ തന്നെ നമ്മുടെ സ്കോർ ഡിസ്പ്ലേ ചെയ്യപ്പെടും. ഓൺ എക്സിറ്റിംഗ് ദ ഗെയിം അവർ സ്കോർ വിൽ ബി ഡിസ്പ്ലേഡ്. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഡോർ ലോക്ക് ചെയ്യാൻ മറക്കല്ലേ. അതെങ്ങനെ പറയും? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓൺ ലിവിങ് ദ ഹൗസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കമ്പ്യൂട്ടർ ദയവ് ചെയ്ത് ഓഫ് ചെയ്യുക. ഓൺ ലിവിങ് ദ ഓഫീസ് പ്ലീസ് ടേൺ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. പ്രൊമോട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അവൻ അവൻ്റെ സഹപ്രവർത്തകർക്ക് ഒരു പാർട്ടി കൊടുത്തു. പ്രൊമോട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ. ഇവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് ഫോമിലുള്ള സെൻറ്റൻസ് ആണ്. ഹി വാസ് പ്രൊമോട്ടഡ് ആണ്. അതെങ്ങനെയാണ് തുടങ്ങേണ്ടത്? ഓൺ ബീയിങ് പ്രൊമോട്ടഡ്. ഓൺ ബീയിങ് പ്രൊമോട്ടഡ് എന്ന് ഉപയോഗിക്കാൻ കാരണം ഹി വാസ് പ്രൊമോട്ടഡ് അല്ലേ. അപ്പോൾ വാസ് എന്നുള്ളത് ഒരു ബി വേർബാണ്. അതിൻ്റെ ING ഫോം ആവുമ്പോൾ ബീയിങ്. ഓൺ ബീയിങ് പ്രൊമോട്ടഡ് ഹി ത്രൂ എ പാർട്ടി ഫോർ ഹിസ് കൊലീഗ്സ്. ഹി ത്രൂ എ പാർട്ടി എന്ന് പറഞ്ഞാൽ അവനൊരു പാർട്ടി കൊടുത്തു. ത്രോ എ പാർട്ടി എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ത്രൂ എ പാർട്ടി. ഇൻസൾട്ട് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ അവൾ കരയാൻ തുടങ്ങി. ഇൻസൾട്ട് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പാസീവ് ഫോമാണ്. അപ്പോൾ നമുക്ക് ഓൺ ബീയിങ് തന്നെയാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഓൺ ബീയിങ് ഇൻസൾട്ടഡ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഓൺ ബീയിങ് ഇൻസൾട്ടഡ് എന്ന് പറയുമ്പോൾ അത് V3 ഫോമാണ്. പാസീവ് ഫോമിൽ നമ്മൾ V3 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓൺ ബീയിങ് ഇൻസൾട്ടഡ് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. ടീച്ചർ എന്നെ എൻകറേജ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വിൻ ചെയ്യുകയും ചെയ്തു. ഇവിടെ ടീച്ചറിനാൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെയും പാസീവ് ഫോം തന്നെയാണ്. അപ്പോൾ ഓൺ ബീയിങ് എൻകറേജ്ഡ് ബൈ മൈ ടീച്ചർ ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഡിബേറ്റ് കോമ്പറ്റീഷൻ ആൻഡ് വൺ. വിൻ ചെയ്തു. വൺ എന്നത് വിൻ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൺ പ്ലസ് വേർബ് പ്ലസ് ING ആ ഒരു പാറ്റേണിൽ ഒരുപാട് സെൻറ്റൻസുകൾ ചെയ്തില്ലേ. ഇനി 2 സെൻറ്റൻസ് മലയാളം സെൻറ്റൻസസ് ഞാൻ പറയാം. അത് ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ പറയും? അതൊന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക. സെൻറ്റൻസ് പറയാം. മിസ്റ്റേക്ക് നോട്ടീസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അത് കറക്റ്റ് ചെയ്തു. മിസ്റ്റേക്ക് നോട്ടീസ് ചെയ്തപ്പോൾ തന്നെ ഞാനത് കറക്റ്റ് ചെയ്തു. അടുത്ത സെൻറ്റൻസ്. ഉണർന്നപ്പോൾ തന്നെ അവൻ ഫോണിലെ മെസ്സേജസ് ചെക്ക് ചെയ്തു. അപ്പോൾ ഈ 2 സെൻറ്റൻസുകളും എഴുതുക.